السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽ മഹ്ദറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ നടത്തുന്ന റബീ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സൽക്കർമ്മം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് കേൾക്കുന്നതും പറയുന്നതുമെല്ലാം സ്വാലിഹായ ഒരു പ്രവർത്തനമായി സ്വീകരിക്കുകയും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വലിയൊരു കാരണമായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മങ്കൂസ് മൗലിദ് ഗദ്യപദ്യ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഈ മഹത്തായ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ മദ്ഹുകൾ പറയുന്ന ഈ വലിയ മൗലിദ്, ഈ മൗലിദിൻ്റെ ആദ്യ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അതേപോലെ ഹബീബിൻ്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ ഹദീസിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ പദ്യരൂപമായ അതിൻ്റെ ബൈത്താണ് നമുക്ക് അർത്ഥം വെക്കാനുള്ളത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആദ്യം തന്നെ ഒരു സ്വലാത്ത് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 ഗുണങ്ങൾ ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്നുള്ളത്. മനഃപൂർവ്വമല്ലാതെ ചെയ്താൽ പോലും പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഇബാദത്താണ് സ്വലാത്ത് എന്നുള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അസ്വലാത്തു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. സ്വലാത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ നമുക്ക് അറിയാവുന്നതാണ്. സ്വലാത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ മഹാന്മാരായ പണ്ഡിതന്മാർ പല രീതിയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സ്വലാത്ത് യാ അയ്യുഹല്ലദീന ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലി എന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മോട് ചെയ്യാൻ പറഞ്ഞതായ മറ്റൊരു പ്രവർത്തനവുമില്ല. നിങ്ങൾ നിസ്കരിക്കൂ, ഞാനും മലക്കുകളും നിസ്കരിക്കുന്നുണ്ട് എന്നൊരു കൽപ്പന നമ്മോട് വന്നിട്ടില്ല. മറ്റൊരു ഇബാദത്തുകളെക്കുറിച്ചും അങ്ങനെ കൽപ്പന വന്നിട്ടില്ല. അപ്പോൾ അള്ളാഹുവിലേക്കും അവൻ്റെ പരിശുദ്ധന്മാരായ മലക്കുകളിലേക്കും ചേർക്കപ്പെട്ട വലിയൊരു ഇബാദത്താണ് സ്വലാത്ത് എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം വെക്കാറുള്ളത് റഹ്മത്ത്, സനാ, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, സനാ എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കാറുണ്ട്. മലക്കുകളിൽ നിന്നുള്ള സ്വലാത്ത് ഇസ്തിഗ്ഫാർ എന്നും നമ്മളിൽ നിന്നുള്ള സ്വലാത്ത് ദുആ എന്നും നമ്മൾ സാധാരണ അർത്ഥം വെച്ച് പോവാറുണ്ട്. എന്നാൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം, സ്വലാത്ത് എന്നുള്ളത് അത് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നാളെ നൽകപ്പെടുന്ന ഒരു പ്രത്യേക പദവിയാണ് എന്നും സലാം എന്നുള്ളത് എല്ലാ അമ്പിയാക്കൾക്കും നൽകപ്പെടുന്ന പദവിയാണ് എന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ സ്വലാത്ത് അലൻ നബി, നബിയുടെ മേൽ ഉണ്ടാവട്ടെ. വസ്സലാമു അലർ റസൂൽ, സലാം, രക്ഷ, അലർ റസൂൽ, റസൂലിൻ്റെ മേലുണ്ടാവട്ടെ. ഇവിടെ അസ്വലാത്തു, ആ സ്വലാത്ത്, അലൻ നബി, അന്നബി എന്നുള്ള അലിഫ്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നബി എന്ന് പറയുമ്പോൾ എല്ലാ നബിമാരും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഇവിടെ അൻ നബി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ബൈത്ത് എന്നുള്ളതിന് അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ അത് കഅബയെ ഉദ്ദേശിക്കാറുണ്ട്, ആ കഅബയാണ് ഉദ്ദേശിക്കാറുള്ളത്. അതേപോലെയാണ് ഇവിടുത്തെ ഉപയോഗം. അതേപോലെ തന്നെ അർ റസൂൽ, 313 മുർസലീങ്ങളുണ്ട്, അതിൽ അർ റസൂൽ എന്ന് പറയുമ്പോൾ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം അത് നബിയുടെ മേലുണ്ടാവട്ടെ, രക്ഷയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുണ്ടാവട്ടെ. എങ്ങനത്തെ നബിയാണ്? ഷഫീ എന്ന് പറയാൻ ആദ്യമായി ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ
ആദ്യമായി ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആൾ, രണ്ടർത്ഥം വെക്കാം, ചെയ്യുന്ന ആൾ, രണ്ടർത്ഥവും വെക്കാം. ആദ്യമായി ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന നബിയുടെ മേലുണ്ടാവട്ടെ, ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്ന നബിയുടെ മേലുണ്ടാവട്ടെ. മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ ഷഫാഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്യുന്ന ഷഫാഅത്ത്, ആ ഷഫാഅത്ത് ചെയ്യുന്ന റസൂലിൻ്റെ മേലുണ്ടാവട്ടെ. അൽ അബ്തഹി, അബ്തഹിക്കാരനായ ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ പേരാണ് അബ്തഹ്. ആ അബ്തഹിക്കാരനായ, ആ പ്രദേശത്തുകാരനായ വൽ ഹബീബ്, ഹബീബായ അൽ അറബി, അറബിക്കാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അൻത, ഓ നബിയെ, അങ്ങ് തത്ലു ബൈനന, ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഫിൽ കവാകിബി കൽ ബുദൂർ, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ പൗർണമിയായി ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ, പൂർണ്ണ ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. ബൽ, അങ്ങനെയല്ല, അഷ്റഫു മിൻഹുയ, അതിനേക്കാൾ അഷ്റഫാണ്, അതിനേക്കാൾ ഉന്നതരാണ് താങ്കൾ. ആ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു പൂർണ്ണ ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ആ ആലങ്കാരിക പ്രയോഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആലങ്കാരിക പ്രയോഗമാണ്. അങ്ങനെ ആ ഒരു ആലങ്കാരിക പ്രയോഗം ഉപയോഗിച്ചാലും അങ്ങയുടെ ശ്രേഷ്ഠത പറഞ്ഞ് തീർക്കാൻ കഴിയൂല. അത്രയും ഉന്നതരാണ് തങ്ങൾ. യാ സയ്യിദി, ഓ എൻ്റെ സയ്യിദേ, ഖൈറൻ നബി, നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ എൻ്റെ സയ്യിദേ. അപ്പോൾ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പൂർണ്ണ ചന്ദ്രനോടാണ് ഉപമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തൻ്റെ അസ്ഹാബിൽ കിറാമിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സ്വഹാബ കിറാം അവർ നക്ഷത്രങ്ങൾക്ക് തുല്യമാണ്, അവരിൽ ആരോട് പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള സ്വഹാബ കിറാമിനെ നമുക്ക് നക്ഷത്രങ്ങളോടും തുല്യമാക്കി ആ പവിത്രമായ കാലഘട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ പൗർണമി, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു തസ്ബീഹ്, ആ ഒരു രീതിയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഒരു ഉപമ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ കാലത്തും ലോകത്ത് തിളങ്ങി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന അത്ര, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന അത്ര, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പോലും ഉച്ചരിക്കപ്പെടുന്ന അത്ര ലോകത്ത് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, നടക്കുകയുമില്ല, നടന്നുകൊണ്ടിരിക്കുന്നുമില്ല. അപ്പോൾ ലോകത്തെ എല്ലാ സമയത്തും ഉദിച്ചുയർന്ന പ്രകാശപൂരിതമായി നിൽക്കുന്ന ചന്ദ്രനെ പോലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സയ്യിദ് എന്നുള്ളത് കൊണ്ട് സാധാരണ അർത്ഥം വെക്കാറുള്ളത്, ഒന്ന് ഉടമസ്ഥൻ എന്ന പേരിൽ സയ്യിദ് എന്ന് ഉപയോഗിക്കാറുണ്ട്, മാലിക്. മറ്റൊരർത്ഥം നേതാവ് എന്ന അർത്ഥത്തിന് സയ്യിദ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ സയ്യിദ് എന്നുള്ളത് ആശാകേന്ദ്രം എന്ന അർത്ഥത്തിലും വെക്കാറുണ്ട്. ഇവിടെ നമുക്ക് മാലിക് എന്ന അർത്ഥത്തിൽ അത് അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോഴാണ് ആ അർത്ഥം വെക്കാൻ പറ്റുക. എന്നാൽ നേതാവ് എന്നുള്ള അർത്ഥത്തിലോ ആശാകേന്ദ്രം എന്ന അർത്ഥത്തിലൊക്കെ നമുക്കിവിടെ സയ്യിദ് എന്ന് വെക്കാവുന്നതാണ്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അൻത ഉമ്മുൻ, നിങ്ങൾ ഉമ്മയാണോ, അം അബു, അല്ലെങ്കിൽ ഉപ്പയാണോ, നിങ്ങൾ ഉമ്മയാണോ നബിയെ, അല്ലെങ്കിൽ ഉപ്പയാണോ, മാ റഅയ്നാ ഫീഹിമ, ആ ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല, മിസ്ല ഹുസ്നിക, നിങ്ങളുടെ ഗുണം പോലത്തെ ഗുണങ്ങൾ അവരിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഖത്തു, തീരെ ഞങ്ങൾ കണ്ടിട്ടില്ല, യാ സയ്യിദി ഖൈറൻ നബി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടത്തോടുള്ള ബഹുമാനം, അവിടത്തോടുള്ള ആദരവ്, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പരിഗണിച്ച ആ പരിഗണന, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ബൈത്താണിത്. നിങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഉമ്മയേക്കാൾ അല്ലെങ്കിൽ ഉപ്പയേക്കാൾ അങ്ങ് തൻ്റെ ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ഉമ്മത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തുകയും ചെയ്ത ആളാണ് എന്ന അർത്ഥമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ അങ്ങ് ശ്രേഷ്ഠരാണ് എന്ന് പറയുമ്പോൾ
അത് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ശ്രേഷ്ഠരല്ല എന്നൊരർത്ഥം എന്നൊരു രീതിയല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വന്തം ഉപ്പയും ഉമ്മയും പോലും തിരിഞ്ഞു നോക്കാത്ത പല സന്ദർഭങ്ങളിലും നമ്മെ നോക്കാനുണ്ടാവുക ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വന്തം ഉപ്പയും ഉമ്മയും നമ്മുടെ ശരീരത്തിൻ്റെ മാതാപിതാക്കളാണ്. എന്നാൽ നമ്മുടെ റൂഹിൻ്റെ അബുൽ അർവാഹ് റൂഹിൻ്റെ പിതാവാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ പറയുന്ന ആയത്ത് നമുക്ക് കാണാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീഹി. സ്വന്തം സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നൊക്കെ നമ്മൾ തിരിഞ്ഞോടുന്ന സമയത്ത്, അവരുടെ കാര്യമൊന്നും ചിന്തിക്കാത്ത ആ ഒരു സമയത്ത് പോലും നമ്മുടെ കാര്യം ആഖിറത്തിൽ ചിന്തിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ശ്രേഷ്ഠതയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ മഖ്ദൂം തങ്ങൾ ഈ ഒരു പ്രയോഗം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 3 സ്ഥലങ്ങൾ, നാളെ മഹ്ശറയിൽ 3 സ്ഥലങ്ങൾ, ഒരാൾ പരസ്പരം മറ്റൊരാളുടെ കാര്യം ചിന്തിക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ പോലും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ചിന്തിച്ച് നടക്കുമെന്ന് ഹദീസിൽ കാണാം. നമ്മൾക്ക് ഏട് ലഭിക്കുന്ന സമയത്ത്, നന്മയും തിന്മയും എഴുതിയ ഏടുകൾ ലഭിക്കുന്ന സമയത്ത് അത് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ പിന്നിലൂടെയാണോ മുന്നിലൂടെയാണോ ലഭിക്കുക എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്തും തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വളരെ ബേജാറോടെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത്, സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്ത്, ഈ സമയത്തൊന്നും സ്വന്തം ഉമ്മയോ ഉപ്പയോ സ്വന്തം മക്കളോ ഭാര്യയോ ഭർത്താവോ ഒന്നും അവരുടെ ഒരാളുടെ കാര്യത്തിലും നമുക്ക് ചിന്തയില്ലാത്ത ആ ഒരു സമയത്ത്, സ്വന്തം നഫ്സി നഫ്സി എന്ന ചിന്ത മാത്രമുണ്ടാകുന്ന സമയമാണ് ആ സമയങ്ങൾ. ആ സമയത്ത് പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്ത തൻ്റെ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോ ആളുകളെക്കുറിച്ചുമായിരിക്കും. അത്രത്തോളം നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ഇസ്രാ മിഅ്റാജ് പോയ സമയത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സവിധത്തിലെത്തി അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് നടത്തിയ, അവിടെ സംഭാഷണം നടത്തിയ സമയത്ത് പോലും, അത്രയും സന്തോഷകരമായ സന്ദർഭത്തിൽ പോലും നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്ത ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അതെൻ്റെ ഉമ്മത്തിലെ ഓരോ ആളുകളെക്കുറിച്ചും അത്രമാത്രം പ്രാധാന്യത്തോടെയും അത്രമാത്രം കരുണയോടെയുമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അന്ത ഉമ്മുൻ അബു എന്നുള്ള ഈ ഒരു പ്രയോഗം മഹാനായ മഖ്ദൂം തങ്ങൾ ഈ വരികളിലൂടെ കൊണ്ടുവരികയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം, സാധാരണയായി സൂചിപ്പിക്കാറുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻകും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീന വ കാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ എന്ന ആയത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ ആരുടെയും പിതാവല്ല എന്ന പ്രയോഗം ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് മങ്കൂസ് മൗലിദിൽ നിങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ എന്നുള്ള പ്രയോഗം കൊണ്ടുവരിക എന്ന ചോദ്യം പലരും വസ്വാസാക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ യഥാർത്ഥ ഉമ്മയാണ് ഉപ്പയാണ് എന്നൊന്നല്ല ചോദിക്കുന്നത്. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണം, ആ ഗുണത്തേക്കാൾ നബിയെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട് എന്നൊരു ആശയമാണ് ഇവിടെ നമ്മൾ ഈ ബൈത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ ഉമ്മയാണ് ഉപ്പയാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം പോലും ഇവിടെയില്ല. യഥാർത്ഥ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ദുനിയാവിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എന്നാൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ദുനിയാവിലെ ഗുണത്തിനപ്പുറം ആഖിറത്തിൽ നമുക്ക് ഗുണം ഉദ്ദേശിക്കുകയും ഗുണം ചെയ്തു തരികയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വന്തം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ലഭിക്കാത്ത പല ഗുണങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള പ്രയോഗമാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. ഈ അബ് എന്നുള്ള പ്രയോഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലേക്ക് ചേർക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചർച്ചയിൽ യജൂസ് അൻ യുഖാല അബുൽ മുഅ്മിനീൻ എന്ന് ഫിൽ ഹുർമ,
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുറുമത്തിൻ്റെ കാര്യത്തിൽ അബുൽ മുഅ്മിനീൻ എന്നുള്ള പ്രയോഗം, അബ് എന്നുള്ള പ്രയോഗം നബിയിലേക്ക് ചേർത്ത് പറയാമെന്നും, എന്നാൽ ആയത്തിൽ പറഞ്ഞ അബ് എന്നത് ചേർക്കാൻ പാടില്ല എന്നുള്ളത് വഹുവ ബിൻ നസബി, അത് നസബ് തറവാടിലേക്ക് നോക്കുന്ന ആ ഒരു രീതി, നബിയുടെ സ്വന്തം മകൻ എന്നുള്ള ആ ഒരു നസബിലേക്ക് നോക്കുന്ന ചേർത്ത് കൊണ്ടുള്ള പ്രയോഗം പാടില്ല എന്നും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിൽ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ അങ്ങ് ശ്രേഷ്ഠവാരാണ് എന്നുള്ള ഒരു പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. നബിയോട് പറയാണ്, അൻത മുൻജി, നബിയെ നിങ്ങൾ ഞങ്ങളുടെ രക്ഷകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൻ നാളെ ഞങ്ങളുടെ രക്ഷകനാണ് നിങ്ങൾ. മിൻ ഷഫാഅത്തിക്കൽ അസ്വഫ, പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങളുടെ ഷഫാഅത്തിനാൽ നാളെ ഞങ്ങൾക്ക് രക്ഷകനായി വരുന്ന ആളാണ് നിങ്ങൾ. മല്ലനാ മിസ്ലൂക്ക, നിങ്ങളെപ്പോലെ ആരാണ് ഞങ്ങൾക്കുള്ളത്? യാ സയ്യിദി ഖൈറൻ നബി, ഏ നബിയെ നിങ്ങളെപ്പോലെ ആരാണ് ഞങ്ങൾക്കുള്ളത്? നാളെ ഷഫാഅത്ത് നമുക്കറിയാം. നാളെ മഹ്ശറയിൽ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന സമയത്ത് സൂര്യൻ തലമുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന ആ ഒരു സാഹചര്യം, പ്രയാസകരമായ സാഹചര്യത്തിൽ നമുക്ക് ശുപാർശ നിൽക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശുപാർശ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശുപാർശയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ശുപാർശ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഞങ്ങളുടെ നേതാവാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അള്ളാഹു തആല എന്തിനാണ് അങ്ങനത്തെ ഒരു സാഹചര്യം നാളെ മഹ്ശറയിൽ ഉണ്ടാക്കുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി സൂര്യൻ മുകളിൽ ഉദിപ്പിച്ച് അർശൻ്റെ തണൽ പ്രത്യേക ആളുകൾക്കൊക്കെ നൽകുന്ന ഒരു സംവിധാനം, വളരെ പ്രയാസകരമായ ഒരു സംവിധാനം. ആ സംവിധാനം എന്തിനാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കിയത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ലോകത്ത് ഒരാൾക്ക് പോലും ആദം നബി അലൈഹി സ്വലാം മുതൽ അവസാനം ജനിക്കുന്ന ആൾ വരെയുള്ള ഒരാൾക്കും ഒരു രീതിയിലുമുള്ള രക്ഷ ലഭിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെൻഡ് കൊണ്ട് മാത്രം അവർക്കെല്ലാവർക്കും രക്ഷ ലഭിക്കുന്ന ആ ഒരു സാഹചര്യം, എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു മനുഷ്യനിലേക്ക്, എല്ലാവരും രക്ഷകനായി തേടിപ്പോകുന്നത് ഒരേ ഒരു മനുഷ്യനിലേക്ക്, അതാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ എല്ലാവരും അംഗീകരിക്കാനും അവിടത്തേക്ക് ചെന്നുകൊണ്ട് വേവലാതി പറയാനും, അവിടെയാണ് രക്ഷകർ യഥാർത്ഥ രക്ഷകർ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് സർവ്വ മനുഷ്യർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അങ്ങനത്തെ ഒരു സംവിധാനം നാളെ മഹ്ശറയിൽ ഒരുക്കുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം.